വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേ ഇന്ന് ഞങ്ങൾ പുറപ്പെട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നമ്മളിന്നൊരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എന്നൊക്കെ പണ്ട് നമ്മൾ പറയും ബാഗും കുടയും വാങ്ങാൻ പോവുക എന്നൊക്കെ. ഇപ്പം അതിനൊക്കെ ഒരു വ്യത്യാസം വന്നല്ലേ. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇന്ന് പോയിട്ടുള്ളത് ദേ വടക്കാഞ്ചേരി പ്യാരി ബാഗ്സിലേക്കാണ് കേട്ടോ. പ്യാരി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ കടയാണത്. അപ്പോൾ അവിടെ ഓഫീസ് ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് പോയത്. നമ്മുടെ ശ്രീകുട്ടിക്കും ശ്രീകുട്ടനും വേണ്ടിയിട്ട് ബാഗും ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറേ ബാഗും കാര്യങ്ങളൊക്കെ നോക്കി. ഇഷ്ടംപോലെ കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ശ്രീകുട്ടിക്ക് അവിടെ നിന്ന് വേറൊരു ഐറ്റം ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ വേറെ കളർ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ നിന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കളർ കിട്ടിയില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഇവരുടെ തന്നെ വേറൊരു ഷോപ്പുണ്ട്. ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. അപ്പോൾ ഈ കടയുടെ ഇത് വരുന്നത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ്റെയും നമ്മുടെ വടക്കാഞ്ചേരി സ്കൂളിൻ്റെയും തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ നല്ല വിലക്കുറവാണ്, നല്ല അടിപൊളി ഐറ്റംസ് കിട്ടും. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് പോയി നോക്കാം കേട്ടോ. ഒരുവിധ ആളുകളൊക്കെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നറിയാം. എന്നാലും വാങ്ങാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം കേട്ടോ. അപ്പം നമ്മൾ അവരുടെ ആ കടയിൽ നിന്ന് അതിൻ്റെ തൊട്ട് നേരെ ഓപ്പോസിറ്റ് ഉള്ള കടയിലേക്ക് നമ്മൾ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതും പ്യാരി കളക്ഷൻസ് തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടെ വന്ന് നോക്കി ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രീകുട്ടിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഏത് എടുക്കണം എന്നുള്ളതിൽ ഭയങ്കര കൺഫ്യൂഷനാണ് കേട്ടോ. ചില നേരത്ത് പറയും ഈ ബാഗ് മതി, അത് കഴിഞ്ഞാൽ പറയും അപ്പുറത്ത് വേറെ കണ്ടാൽ പറയും അതും മതി. അങ്ങനെ അവളിങ്ങനെ ഓടി നടന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ ഈ കടയിൽ കണ്ടില്ലേ, ഒരു വിശാലമായ ഒരു ഷോറൂം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അതായത് ബുക്ക്, ബാഗ്, കൊട, ചോറ്റുപാത്രം, വാട്ടർ ബോട്ടിൽ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇതിൻ്റെ ഇടയിൽ ശ്രീകുട്ടി കൺഫ്യൂഷൻ ആയപ്പോൾ പിന്നെ ശ്രീകുട്ടനെ നമ്മൾ ബാഗ് നോക്കാനായിട്ട് വിട്ടു കേട്ടോ. ശ്രീകുട്ടനും ഏട്ടനും കൂടിയിട്ട് അവിടെ ബാഗ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ശ്രീകുട്ടി ഒരു ബാഗ് എടുത്തു കേട്ടോ. പിന്നെ അപ്പോൾ അതിന് മാച്ചായിട്ട് തന്നെ ഒരു കളർ ബോക്സ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒരേ കളർ വേണമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബോക്സ് എടുക്കൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതേ വാട്ടർ ബോട്ടിൽ സെയിം അതേ പിങ്ക് കളർ തന്നെ കിട്ടിയിട്ട് അവൾക്ക്. അപ്പോൾ അതെ അതും എടുത്തിട്ടുണ്ട്. അവള് കണ്ടില്ലേ, ഒരെണ്ണം കൈ പിടിച്ചാലും 4 പുറം വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത ഐറ്റംസ് ഏതെങ്കിലും ഉണ്ടോ, ഇതിലും കുറച്ചും കൂടി വ്യത്യാസമായിട്ട് ഏതെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ ആകെ അന്തം വിട്ട് പോയിട്ടോ. കാരണം അത്രയും കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ശ്രീകുട്ടനും കൂടി ബാഗൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതേ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചെറിയൊരു മൂക്കടപ്പും ജലദോഷമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു സൗണ്ടിലുള്ളൊരു വ്യത്യാസം. അങ്ങനെ ശ്രീകുട്ടനും ബാഗും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെ ഞാൻ അതിൻ്റെ ഇടയിൽ വരുന്നത് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ നമ്മൾ ശ്രീകുട്ടിക്ക് ഇതേ പെൻസിലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ ലേഡീസ് ബാഗൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് പോയി നോക്കിയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ബാഗിൻ്റെയൊക്കെ. ഇവർ ഇവിടെ തന്നെ തയ്ച്ചെടുക്കുന്ന ബാഗുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് തന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗുകളാണ്. പിന്നെ അത്യാവശ്യം നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇതേ ലഗേജ് ബാഗുകൾ, ട്രോളികൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. പേഴ്സ്, അങ്ങനെ പറഞ്ഞില്ലേ, ഒരുവിധം എല്ലാ തരം ഐറ്റംസും ഇവിടെ നിന്ന് തന്നെ നമുക്ക് വാങ്ങിയിട്ട് പോവാം കേട്ടോ. നമ്മളൊരു ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് പോന്നിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്യാരിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് തന്നെ വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അതേ കുട്ടികൾക്കുള്ള വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ശ്രീകുട്ടി ഇതേ അതിലൊക്കെ കയറിയിരുന്ന് കുറച്ച് പോസൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതേ അവൾക്ക് കുട വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ആ കളർ തന്നെയാണ് കൊടയും എടുത്തത്. ബാഗ് ഈ ഒരു പിങ്ക് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ആ ഒരു കളറിൽ തന്നെയാണ് എടുത്തത്. പിന്നെ അവൾക്ക് ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് നമ്മൾ ചോറ്റും പാത്രം ഒന്നും കൊണ്ടുപോകണ്ട. പക്ഷെ ചോറിന് ഒരു 2ാം കറി എന്തെങ്കിലും നമ്മൾ കൊടുത്തു വിടും കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു പാത്രം എടുത്തു. പിന്നെ ഈ ഒരു കുഞ്ഞിത്തവളനെ കണ്ടപ്പോൾ അതിനെയും വാങ്ങിച്ചേ. അങ്ങനെ നമ്മൾ ശ്രീകുട്ടൻ്റെ ബാഗ് പർച്ചേസിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ ബില്ലിടാനായിട്ട് നിന്നു കേട്ടോ. അങ്ങനെ ബില്ലിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ശ്രീകുട്ടനും ഏട്ടനും പപ്പയൊക്കെ കൂടിയിട്ട് അവിടെ തൊട്ടടുത്തൊരു കടയിൽ പോയിട്ട് കാലിച്ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ ഷോപ്പിങ്ങും ഒന്നും കഴിയുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ അവരെ കാണാനില്ല. പിന്നെ ഞങ്ങൾ നേരെ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരുടെ തന്നെ ഒരു ഫാൻസി സ്റ്റോർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ടടുത്ത്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവരുടെ ഈ ഒരു കടയിൽ കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി കമ്മലുകൾ ഉണ്ടായിരുന്നു. കമ്മലുകളുടെയൊക്കെ ഒരു മായ ലോകം എന്നൊക്കെ തന്നെ പറയാം കേട്ടോ. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കണ്ടിട്ട് കണ്ണ് തള്ളിയിട്ട്. പക്ഷേ എനിക്കെന്താ വെച്ചാൽ ഞാനിങ്ങനെ വലിയ വലിയ കമ്മലുകളൊന്നും ഇടില്ല കേട്ടോ. എനിക്കത് ഇടുമ്പോൾ അങ്ങനെ എന്തോ ഒരു
എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒക്കെ നോക്കി ഇങ്ങനെ ചന്തൊക്കെ ആസ്വദിച്ച് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കണ്ടില്ലേ, ജിമിക്കിയുടെയൊക്കെ വെറൈറ്റി കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് അത്യാവശ്യം സ്റ്റെഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതിന്ന് ഒരു സ്റ്റെഡും പിന്നെ വേറൊരു ചെറിയൊരു തൂങ്ങലുള്ള ഒരു കമ്മലും മാത്രമേ കേട്ടോ എടുത്തുള്ളൂ. സ്റ്റെഡുകളൊക്കെ ഇതേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. ഓരോരോ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വട്ടത്തിലുള്ളത്, ചതുരത്തിലുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ എന്ത് ചന്താന്നറിയോ. നമ്മൾ പെണ്ണുങ്ങൾക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചിറങ്ങാനേ തോന്നില്ല കേട്ടോ. അത്ര അടിപൊളി കളക്ഷൻസ് ആണ്. കമ്മൽ മാത്രമല്ല കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പം അതേ ഞാൻ ഈ ഒരു കമ്മൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇതെന്നൊക്കെ നോക്കിയിട്ട് ഈ ഒരു കമ്മലാണ് എനിക്ക് വലിയ കുഴപ്പമില്ലെന്ന് തോന്നിയത്. വൈറ്റ് സ്റ്റോണും ആയതുകൊണ്ട് നമുക്ക് ഏത് ഡ്രസ്സിനും ഇടുകയും ചെയ്യാമല്ലോ. അപ്പം ഞാൻ അതെടുത്തു. പിന്നെ ഞാൻ വേറൊരു കമ്മലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് വീഡിയോയിൽ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരേ ഏതാ എടുത്തെന്നുള്ളത്. അപ്പം അത് കണ്ടില്ലേ, ഒരുപാട് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ആണ്. ഈ ഒരു ഇതിൽ കിടക്കുന്ന ഒരു കമ്മലാണ് കേട്ടോ ഞാൻ പിന്നെ ഒരെണ്ണം എടുത്തത്. ഇപ്പം ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതാ ഈ ഒരു കമ്മൽ കൂടിയാണ് ഞാൻ എടുത്തത്. അങ്ങനെ 2 കമ്മലാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ നല്ല വള, മാല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വളയുടെയൊക്കെ കളക്ഷൻസ് ഇതിൻ്റെ മുകളിലത്തെ ഇതിലായിരുന്നേ, തൊട്ട് മേലേക്ക് കയറണം. അപ്പം അതുകൊണ്ട് തന്നെ മുകളിലേക്ക് കയറാൻ വയ്യ പറഞ്ഞിട്ട് ഞാൻ വളയുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പോയില്ല കേട്ടോ. കമ്മലിൻ്റെ അവിടെ തന്നെ ഞാനിങ്ങനെ തട്ടിയും മുട്ടിയും നിൽക്കുമായിരുന്നു. ഇത് കണ്ടില്ലേ, വെറൈറ്റി വെറൈറ്റി ഐറ്റംസ്. അപ്പോൾ ഒരുപാട് ജിമിക്കിയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഇങ്ങനെ തൂക്കിയിടുന്നത്, ഹാങ്ങിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഇതുപോലത്തെ കമ്മലൊക്കെ ഒരുപാട് ഇട്ടിട്ട് കാതിൻ്റെ ഓട്ടയൊക്കെ വലുതായി കിടക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അതിനെ പറ്റിയൊന്നും ചിന്തിക്കാത്തത്. സ്കൂളിൽ പോകുന്ന ടൈമിൽ ഇങ്ങനെ വെയിറ്റുള്ള കമ്മലൊക്കെ ഒരുപാട് തൂക്കിയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് അങ്ങനെയുള്ളതൊന്നും ഇടാനായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതേ കണ്ടില്ലേ, നല്ല മാലയും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. അവിടെ അതേ ഒരു കണ്ണാടി കണ്ടപ്പോൾ എൻ്റെ ഒരു പട്ടി ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള മാലയും അതുപോലെ അതിന് ചേർന്ന കമ്മലൊക്കെ ആയിട്ടുള്ള സെറ്റുകളാണ് കേട്ടോ കുറേ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതേ കളറായിട്ടുള്ള സ്റ്റോണുകളൊക്കെ വെച്ചതും പേളുകൾ വെച്ചതും ഒക്കെ ആയിട്ടുള്ള കുറേ കമ്മല്, പിന്നെ കുട്ടി കുട്ടി സ്റ്റെഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സെക്കൻഡായിട്ട് ഇടാൻ പറ്റുന്നതും ഫസ്റ്റായിട്ട് ഇടാൻ പറ്റുന്നതൊക്കെ ആയിട്ട് ഒരുപാട് കമ്മലുകൾ എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഈ ഒരു കമ്മലിൻ്റെ ഒരു വെറൈറ്റി സെഷൻ തന്നെയാണ് കേട്ടോ. ഒരുപാട് കമ്മലുകൾ പറഞ്ഞാൽ ഒരുപാട് കമ്മലുകൾ. അതിൽ മറ്റേ ഹാങ്ങിങ് ആയിട്ടുള്ളതും ജിമിക്ക സെറ്റും അല്ലാതെ സ്റ്റെഡ് ആയിട്ടുള്ളതും അങ്ങനെ പറഞ്ഞ മാതിരി ഇത്രയും കമ്മലിൻ്റെ കളക്ഷൻസ് ഒരൊറ്റ കടയിൽ എന്ന് പറയുമ്പോൾ എനിക്കത് അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഈ ഒരു കടയിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. നമ്മുടെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാറുള്ളതാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പിന്നെ ഞാനിങ്ങനെ അതുപോലെ ഇത്ര വലിയ കടയിലൊന്നും പോയി ഇങ്ങനെ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊന്നും ഞാനങ്ങനെ പോകാറൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്കറിയാലോ, എൻ്റെ കാതിൽ എപ്പോഴും ഒരു തരം കമ്മൽ തന്നെ ഉണ്ടാവുള്ളൂ. അത് മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ തന്നെ ഏതേലും കാലത്താണ് ഞാനൊന്ന് മാറ്റിയിടുക. അല്ലാതെ ഞാനങ്ങനെ വേറെ സാധനങ്ങൾ വാങ്ങാനോ പിടിക്കാനായിട്ടൊന്നും പോകാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ ശ്രീകുട്ടി ആയതിനു ശേഷമാണ് കുറച്ചും കൂടി ഞാൻ ഫാൻസി സ്റ്റോറിലൊക്കെ ഒന്ന് കയറൽ തുടങ്ങിയത്. പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഇതേ മെഹന്തി സ്റ്റെൻസിലൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ശ്രീകുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അതിന് 2 എടുത്തു കേട്ടോ. മെഹന്തി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ടെന്നുണ്ടെങ്കിലും അവൾക്ക് ഓരോ വീഡിയോസിൽ ഈ സ്റ്റെൻസിലൊക്കെ കണ്ടിട്ടേ അത് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഇവിടുന്ന് 2-3 പൊട്ടൊക്കെ എടുത്തേ. ഒന്ന് നമ്മുടെ ശ്രീകുട്ടിക്ക് വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു ഐടെക്സിൻ്റെ ബ്ലാക്ക് പൊട്ടുണ്ടല്ലോ, ഞാൻ എപ്പോഴും വെക്കുന്ന പൊട്ടും നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ ഒരു പൊട്ടും ഒക്കെ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെ ഇപ്പം ഈ എടുക്കുന്ന പൊട്ടുണ്ടല്ലോ, ഇത് നമ്മുടെ ശ്രീകുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചതാണേ. അങ്ങനെ അവൾക്കാണെന്നുണ്ടെങ്കിൽ എത്ര പൊട്ട് നമ്മളിങ്ങനെ വാങ്ങിച്ചു കൊടുത്താലും അവൾ എപ്പോഴും വന്നിട്ട് എൻ്റെ ഒരു ഐടെക്സിൻ്റെ പൊട്ടൻ്റെ അടുത്ത് വെക്കും കേട്ടോ. പൊട്ടിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അമ്മയും മകളും എപ്പോഴും അടിയാണേ. കാരണം അവൾക്ക് ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ വെറൈറ്റി വാങ്ങിക്കൊടുക്കും, പക്ഷെ അവൾക്ക് എപ്പോഴും എൻ്റെ ഒരു ഐടെക്സ് എടുത്ത് വെച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ കണ്ടില്ല, ഐടെക്സിൻ്റെ ഈ 2 പൊട്ടും ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബില്ലടിക്കാനൊക്കെ ആയിട്ട് നിന്നു. അപ്പോൾ വളയുടെ ഇതൊക്കെ ഞാൻ ചോദിച്ചു അവരോട്, വളയൊക്കെ എവിടെയാണ്. അപ്പോൾ മുകളിലാന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സ്റ്റെപ്പ് കയറാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ മുകളിലേക്കൊന്നും പോയില്ല കേട്ടോ. മുകളിലൊക്കെ പോയതാണെങ്കിൽ ഇനി ഒരുപാട് കളക്ഷൻസ് കാണാമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വരവൂർ ചിറ്റൻ്റെ വഴിയാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ ആ പോരുന്ന സമയത്ത് അവിടെ ഒരു ചെറിയൊരു തട്ടുകടയിൽ നിർത്തിയപ്പോൾ നല്ല അടിപൊളി എണ്ണക്കടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ലൈവായിട്ട് എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ വണ്ടി നിർത്തിയത്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് എണ്ണക്കടികളൊക്കെ വാങ്ങിച്ച് ചായയൊക്കെ കുടിച്ച് ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ നല്ല ലൈവായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതേ നല്ല പരിപ്പുവടയൊക്കെ അവിടെ ഇങ്ങനെ കിടന്ന് ആയിക്കൊണ്ടിരിക്കണ്ടേ. അപ്പോൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ ഇതിൽ ഇരിക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ മുട്ട ബജ്ജി, പഴംപൊരി, അതുപോലെ
ഉഴുന്നുവട ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. ഞാൻ മസാല ബോണ്ടയാണ് വാങ്ങിച്ചത്. എനിക്ക് എപ്പോഴും മസാല ബോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മസാല ബോണ്ട വാങ്ങിച്ചു. അങ്ങനെ ചമ്മന്തിയൊക്കെ കൂട്ടി റോട്ടിൽ തന്നെ നിന്ന് നമ്മളതൊക്കെ കഴിച്ചു കേട്ടോ. ഇങ്ങനെ തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഫീൽ അതൊരു വേറെ ലെവലാണ്. അപ്പം നമ്മൾ ഇടയ്ക്കെങ്കിലും ഇങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് ഇങ്ങനെ കഴിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചേച്ചി ഇപ്പോൾ ഇട്ടിരിക്കുന്ന കമ്മലുണ്ടല്ലോ, ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വിശേഷങ്ങളും ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.